ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു ഇൻഫോർമേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ന്യൂസിലാൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന എല്ലാവരും ക്യാപ്പ് ചെയ്യണം. അപ്പോൾ ആ ക്യാപ്പ് ചെയ്യുന്ന ക്യാപ്പിന് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പം ഒരു നല്ലൊരു എമൗണ്ട് ഇവിടുത്തെ കോളേജുകളിൽ അഡ്മിഷൻ ഫീ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ക്യാപ്പിന് വരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ ക്യാപ്പ് പൈസ നമുക്ക് റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടും എന്നായിരുന്നു ഇത്രയും നാളും. പക്ഷേ അതിന് പുതിയൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കണ്ടാണ്. അപ്പം ജൂൺ 6-ാം തീയതി ടെഫാറ്റോറ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ആ പുതിയൊരു അപ്ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡിൽ ക്യാപ്പ് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോബ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി, നമ്മൾ വർക്ക് വിസയൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമായിരുന്നു. ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് പോകുമ്പം ഒരു 1 to 2 months ആണെന്ന് തോന്നുന്നു നമുക്ക് ആ പൈസ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കയറുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ റൂൾ ചേഞ്ച് ചെയ്തു. ഇനി തൊട്ട് ക്യാപ്പ് റീഫണ്ട് കിട്ടത്തില്ല. ഇനിയും ക്യാപ്പിന് വരുന്നവർക്ക് അത് പ്രതീക്ഷിക്കേണ്ട. ഇപ്പം കറൻ്റ്ലി ഓഫർ ലെറ്റർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെഫാറ്റോറയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയ് 31-നുള്ളിൽ ഓഫർ ലെറ്റർ കിട്ടിയ ആൾക്കാർക്ക് ഈ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 31 കൊണ്ട് ഇവർ പൂർണ്ണമായിട്ടും ഇത് സ്റ്റോപ്പാക്കും, പിന്നെ ആർക്കും കിട്ടത്തില്ല. ഇപ്പോൾ ക്യാപ്പ് കഴിഞ്ഞ് നിൽക്കുന്നവർക്കും പക്ഷേ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രം നമുക്കിതിന് അപ്ലൈ ചെയ്യാം, അല്ല ജോബ് കിട്ടാത്തവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി വരുന്നവർ അത് മനസ്സിലാക്കിയിട്ട് വരിക, ഇവർ ക്യാപ്പ് റീഫണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിട്ടേക്കാം, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലിങ്ക്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിൻ്റെ ക്യാപ്പ് റീഫണ്ടിൻ്റെ കാര്യത്തെപ്പറ്റിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. Changes to CAP refund program. In response to changing conditions, the CAP refund program is being phased out over the 3 months up to 30 September 2024. അപ്പോൾ അവർ പറയുന്നത് മാറുന്ന വ്യവസ്ഥകൾക്കനുസൃതമായി ക്യാപ്പ് റീഫണ്ട് പ്രോഗ്രാം 2024 സെപ്റ്റംബർ 30 വരെയുള്ള 3 മാസങ്ങളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നു. The changes will be phased as follows. അപ്പോൾ ഇനി താഴെ പറയുന്ന രീതിയിലായിരിക്കും ഘട്ടം ഘട്ടമായിട്ട് ഈ മാറ്റങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്രം 31 May 2024 we will close the refund for those with the new offers of employment from this date from ourselves, a range of other government agencies and private hospitals. അതായത് 2024 മെയ് 31 വരെ ഏതെങ്കിലും സ്വകാര്യ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്നോ ഓഫർ ലെറ്റർ ഉള്ള ആൾക്കാർക്ക് ഉള്ള റീഫണ്ടിൻ്റെ പദ്ധതി അവർ മെയ് 31 കൊണ്ട് അവർ അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വി വിൽ കണ്ടിന്യൂ ക്യാപ്പ് ഫണ്ടിങ് ഫോർ ദോസ് വിത്ത് ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഏജ്ഡ് റെസിഡൻഷ്യൽ കെയർ, കമ്മ്യൂണിറ്റി കെയർ ആൻഡ് പ്രൈമറി കെയർ വിത്ത് എ കമ്മൻസ്മെൻറ്റ് ഡേറ്റ് പ്രയർ ടു 30 September 2024. അതായത് 2024 സെപ്റ്റംബർ 30 മുമ്പുള്ള ടൈമിൽ ഏതെങ്കിലും ഏജ്ഡ് കെയർ സെക്ടറുകളിൽ നിന്നോ പ്രൈമറി കെയറിൽ നിന്നോ ഓഫർ ലെറ്ററുകളുള്ള ആൾക്കാർക്ക് അവർ ക്യാപ്പ് ഫണ്ടിങ് സെപ്റ്റംബർ 30 വരെ കൊടുക്കും. അതിനുശേഷം അവർ ദെയർ ആഫ്റ്റർ ക്ലോസ് ദ പ്രോഗ്രാം കംപ്ലീറ്റ്ലി, അതിനുശേഷം പ്രോഗ്രാം പൂർണ്ണമായിട്ട് അവർ ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് വി വിൽ കണ്ടിന്യൂ ടു പ്രോസസ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഫോർ ദോസ് വിത്ത് ഓഫേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്ത് എ കമൻസ്മെൻറ്റ് ഡേറ്റ് പ്രയർ ടു 31 May. You can still submit an application if your start date is before 31 May 2024. അതായത് മെയ് 31 മുമ്പ് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ന്യൂസിലാൻഡിലോ ഓഫർ ലെറ്ററുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴും ഇതിന് അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 31 കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മെയിലിൽ നമുക്ക് അവരോട് ഡൗട്ട് ചോദിക്കുക, അവർ ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം.